അക്ഷര, ഞാനൊരു കാര്യം പറയാം. നീ അത് സമചിത്തതയോടെ കേൾക്കണം. ആരോടും പറയുകയും ചെയ്യരുത്. നിങ്ങൾ പറയരുതെന്ന് പറയുന്ന കാര്യം ഞാൻ ആരോടെങ്കിലും പറയാറുണ്ടോ? അതില്ല. എങ്കിലും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാ. ഞാൻ പറയുന്ന കാര്യം നിനക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇവിടുന്ന് പോയ ആളല്ല ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നതെന്ന്. എന്താ വഴിയിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? തങ്കച്ചിയായി മറ്റോ? അതൊന്നുമല്ല. ഒരു വലിയ രഹസ്യം അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ അതാര് പറഞ്ഞു എന്നോട് നീ ചോദിക്കരുത്. സമയമാവുമ്പോൾ അത് ഞാൻ പറയും. പക്ഷെ അതിനു മുൻപ് ആ രഹസ്യത്തിന് പിന്നാലെ എനിക്ക് കുറച്ച് സഞ്ചരിക്കേണ്ടതുണ്ട്. മതി ആ മുഖം. എന്നിങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ നിങ്ങൾ കാര്യം എന്താന്ന് പറ. നീ സംശയിച്ച ചില കാര്യങ്ങൾ സത്യമാണ്. നിന്റെ അമ്മയുടെ മരണം ഒരു സ്വാഭാവിക മരണമല്ല. കാല് തെറ്റി വീണ് തലയിടിച്ചല്ല നിന്റെ അമ്മ മരിച്ചത്. പിന്നെ പിന്നെ എന്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? പറയാൻ. അതൊരു ക്ലീൻ കേസ് ഓഫ് മർഡറാ. ഡാഡി ഡാഡിയാണോ ഇത് ചെയ്തത്? ഞാൻ പറഞ്ഞില്ല അക്ഷര, ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. എന്തായാലും അത് ചെയ്തത് ജയശങ്കർ സാറല്ല. അദൃശ്യനായ ഒരു കൊലയാളി ഇതിനിടയിലുണ്ട്. നിന്റെ അമ്മയുടെ ഉയരെടുത്തത് അയാളാ. അല്ലാതെ അത്തരമൊരു വീഴ്ചയിൽ സംഭവിച്ച മരണമല്ല. വീണു എന്നുള്ളത് ശരിയായിരിക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ തലയ്ക്ക് ചെറിയ പരിക്ക് പറ്റി എന്നതും ശരിയായിരിക്കാം. പക്ഷേ ആ പരിക്കിന്റെ മറ പിടിച്ച് നിന്റെ അമ്മയെ മരണത്തിലേക്ക് നയിക്കാൻ മറ്റൊരാൾ അവിടെ എത്തിയിട്ടുണ്ട്. അതാണ് കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ കുടുംബത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ എല്ലാം ആണിക്കൽ എന്താണെന്ന് തിരിച്ചറിയാനാകും. ഞാനത് കണ്ടെത്തിയിരിക്കും.